ഹായ് ഹലോ ഫ്രണ്ട്സ്, മീൻമുട്ടത്തോരൻ ഉണ്ടാക്കാം. അതിനായി തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില എന്നിവ മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി ഇട്ട് ഒന്നുകൂടി ക്രഷ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുടംപുളിയും കുരുമുളക് പൊടിയും ചേർത്ത് വറ്റിച്ചു വെച്ചിരിക്കുന്ന മീൻ മുട്ടയെ നമുക്ക് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം കട്ടകളൊക്കെ ഒന്ന് ചെറുതായി ഉടച്ചെടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര കൂട്ട് അതിലേക്കിട്ട് നന്നായി ഇളക്കി തോർത്തി കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് തീ കൂട്ടിയും കുറച്ചും വെച്ച് ഇതിനെ ഉടച്ചെടുക്കുക. മീൻമുട്ടത്തോരൻ ഉണ്ടാക്കാൻ അധികം പാടൊന്നുമില്ലെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ? ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നന്നായി ഇളക്കി തോർത്തിയ മീൻമുട്ടത്തോരൻ ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരക പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടത്തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി മീൻമുട്ടത്തോരൻ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയരുത്. രുചികരമായ മുട്ടത്തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.